കടബാധിതയെ തുടർന്ന് ചെറുപുഴ ഇടവരമ്പ് സ്വദേശിയായ കർഷകൻ ജീവനൊടുക്കി. പച്ചക്കറി കർഷകനായ ഏലിയാസ് അമ്പാട്ടാണ് ജീവനൊടുക്കിയത്. 4 ദിവസം മുൻപാണ് കൃഷിത്തോട്ടത്തിൽ കീടനാശിനി കുടിച്ച് തളർന്നു വീണ നിലയിൽ ഏലിയാസിനെ കണ്ടെത്തിയത്. ഉടൻ ആശുപത്രിയിലെത്തിച്ചു. ദിവസങ്ങളോളം ചികിത്സ തുടർന്നെങ്കിലും ഏലിയാസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പതിറ്റാണ്ടുകളായി പച്ചക്കറി കൃഷി നടത്തി വരികയായിരുന്ന ഏലിയാസ് അടുത്തിടെ കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നു. കണ്ണൂർ ജില്ലയിലെ മികച്ച പച്ചക്കറി കർഷകനുള്ള പുരസ്കാരമടക്കം സ്വന്തമാക്കിയ വ്യക്തിയാണ് ഏലിയാസ്. ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി നടത്തി വരികയായിരുന്നു. വിവിധയിനം പച്ചക്കറികളാണ് ഇദ്ദേഹം കൃഷി ചെയ്തിരുന്നത്. എന്നാൽ അടുത്തിടെ വിളവെടുപ്പ് മോശമായതിനെ തുടർന്ന് കൃഷി തുടരാൻ ഏലിയാസ് ബുദ്ധിമുട്ടിയിരുന്നു. എങ്കിലും ബാങ്കുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വായ്പയെടുത്ത് കൃഷി തുടരുകയായിരുന്നു. എന്നാൽ സബ്സിഡി കൂടി ലഭിക്കാൻ വൈകിയതോടെ അദ്ദേഹം കടുത്ത സമ്മർദ്ദത്തിലായി. ഏലിയാസിന് 40 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. കടബാധ്യത തന്നെയാണ് മരണത്തിന്റെ കാരണം. അവനെ ഇങ്ങനെ ഓരോരുത്തരോട് റോൾ ചെയ്ത് കൊടുത്തോണ്ട് വായ്പ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കൊടുത്തോണ്ടിരുന്ന സാഹചര്യത്തിൽ ആർക്കോ പറഞ്ഞ വാക്ക് തെറ്റിച്ച് പോയി. അതാണ് ഒരു വിഷമം വന്നതെന്ന് അവിടത്തോളാണ് ഉള്ളത്. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അവന് ഞാനായിട്ട് നേരത്തെ സംസാരിച്ചപ്പോഴുള്ള ബാധ്യതകൾ 10-40 ലക്ഷം രൂപയോളം അടുത്തുണ്ടവൻ. കൃഷി വകുപ്പിന്റെ എന്തൊക്കെയോ ഇവന് കിട്ടാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. കൃത്യസമയത്ത് കൊടുത്തായിരുന്നെങ്കിൽ ബാധ്യതയൊക്കെ കുറേയൊക്കെ ഒഴിവായതിനെ. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഏലിയാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെയാണ് സബ്സിഡി അനുവദിക്കാനുള്ള തീരുമാനമുണ്ടായതെന്നും 1,14,000 രൂപ നേരത്തെ അനുവദിച്ചിരുന്നുവെങ്കിൽ ഏലിയാസ് ആത്മഹത്യ ചെയ്യില്ലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. നാടിനും സമൂഹത്തിനും മാതൃകയാകുന്ന രീതിയിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഏലിയാസ് എന്ന് നാട്ടുകാരും പറഞ്ഞു. അദ്ദേഹം പതിറ്റാണ്ടുകളായി പച്ചക്കറി കൃഷി നടത്തി വരുന്ന ഒരു മികച്ച കർഷകനാണ്. ഏക്കർ കണക്കിന് ഭൂമി പാട്ടത്തിനെടുത്ത് വലിയ വ്യാവസായിക അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി നടത്തി ഈ മേഖലയിലെ പച്ചക്കറി കടകളിലെല്ലാം എത്തിച്ചു കൊടുത്ത് നമ്മുടെ നാട്ടില് പച്ചക്കറിയുടെ കാര്യത്തിൽ അദ്ദേഹം നാട്ടുകാർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ വലിയ ഒരു റോൾ ഉണ്ടായിട്ടുണ്ട്. തന്റെ ജീവിതം മുഴുവൻ പച്ചക്കറി കൃഷിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചുകൊണ്ട് പുലർച്ചെ തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ അധ്വാനം രാത്രി വൈകിയും അവസാനിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. ഒരുപാട് ജോലിക്കാർ അദ്ദേഹത്തിന്റെ കീഴിൽ പണിയെടുക്കുന്നുണ്ട്. വലിയ രീതിയിൽ ആണ് അദ്ദേഹം പച്ചക്കറി കൃഷി നടത്തി വന്നിരുന്നത്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച പച്ചക്കറി കൃഷി കർഷകനുള്ള അവാർഡ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനിൽ നിന്ന് അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സമയത്ത് ചെറുപുഴ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡ് നൽകുകയുണ്ടായി. അന്നത്തെ MLA ശ്രീ C. കൃഷ്ണൻ അവറുകളാണ് അദ്ദേഹത്തിന് അവാർഡ് നൽകിയത്. അതുപോലെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹം വലിയ സാമ്പത്തിക കെണിയിലായിരുന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായി വലിയ ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എടുത്ത ലോണിന്റെ തിരിച്ചടവുകൾ കൃത്യമായി ചെയ്യാൻ കഴിയാത്തതിന്റെ മനോവിഷമത്തിലായിരുന്നു ഏലിയാസ് എന്നും ഇവർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.